8 മാസം നീണ്ട കാത്തിരിപ്പിന് വിരാമം. മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി തയ്യാറാക്കിയ വയനാട് ടൗൺഷിപ്പിന് ഇന്ന് തറക്കല്ലിടും. വൈകിട്ട് 4 മണിക്കുള്ള ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 8 മാസങ്ങൾക്ക് മുൻപാണ് ഒരു നാടിനെയാകെ ഇല്ലാതാക്കിയ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല വാർഡുകളിലായി 300ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. വീടും സമ്പാദ്യവും നഷ്ടമായവരുമേറെ. ദുരന്തത്തിന് പിന്നാലെയുള്ള സർക്കാരിന്റെ പ്രധാന പ്രഖ്യാപനമായിരുന്നു പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ്. ദുരന്തബാധിതർക്ക് ഒരുമിച്ച് പുനരധിവാസം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തിയത്. നെടുമ്പാല എസ്റ്റേൺ എസ്റ്റേറ്റിലായി 2 ടൗൺഷിപ്പ് എന്നതായിരുന്നു ആദ്യ പ്രഖ്യാപനം. ദുരന്ത നിവാരണ നിയമപ്രകാരം സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചു. ഇതോടെ കൽപ്പറ്റ എസ്റ്റേൺ എസ്റ്റേറ്റിലേക്ക് ടൗൺഷിപ്പ് ചുരുങ്ങി. ഒടുവിൽ കോടതിയുടെ അനുമതി കിട്ടുന്നത് ഡിസംബർ 27-ന്. സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പിന്നെയും എടുത്തു 3 മാസം. കഴിഞ്ഞ ദിവസം കോടതിയിൽ 26 കോടി രൂപ കെട്ടിവെച്ചാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. മാസങ്ങൾ വൈകിയെങ്കിലും തറക്കല്ലിടൽ കർമ്മത്തിൽ സന്തുഷ്ടരാണ് ദുരന്തബാധിതർ. കാലതാമസമില്ലാതെ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ വീട് ഒക്കെ ഞങ്ങൾക്ക് നാളെ തറക്കല്ലിടുക എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇതുവരെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വീട് ഞങ്ങൾക്ക് കിട്ടി, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിൽ ഉൾപ്പെടാത്ത ആൾക്കാരെയും ഉൾപ്പെടുത്തണം. അപ്പോഴേ ഞങ്ങൾക്കൊരു സന്തോഷമാകുള്ളൂ. ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ അവരെ ദുഃഖത്തിരിക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള മക്കളല്ലേ, നമ്മളെ മക്കളല്ലേ. അതുകൊണ്ട് അവരെ പേരും കൂടി ഉൾപ്പെടുത്തി അവർക്കൊരു വീടിനുള്ള എന്തേലും ചെയ്തു തരണം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കോടതിയുടെ അനുമതി കിട്ടിയാൽ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുമെന്നും ഡിസംബറിനുള്ളിൽ വീടുകൾ കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരുൺ ബാബു പറഞ്ഞു. ഈ 3-ാം തീയതിയിലത്തെ വെർഡിക്റ്റ് കഴിഞ്ഞിട്ട്, അതായത് കോടതിയുടെ വെർഡിക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്കിനി മഴയില്ലാതെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാസമേ ഉള്ളൂ. അതിനുള്ളിൽ ഇപ്പോഴേ മഴ രാത്രിയിലുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു ഫുൾ ഫ്ലഡ്ജായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയാൻ 1.5 മാസമാണ്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മാക്സിമം ഒരുക്കങ്ങളും കാര്യങ്ങളും മെറ്റീരിയലിൻ്റെ പൊസിഷനും എല്ലാം ചെയ്ത് ഫൗണ്ടേഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു നവംബർ ഡിസംബർ എന്നൊക്കെ പറയുന്ന ഒരു ടാർഗറ്റിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ടൗൺഷിപ്പിൽ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഉണ്ടാകും. 1000 ചതുരശ്ര അടിയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കുന്നത്. പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, സിറ്റൗട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് ടൗൺഷിപ്പിലെ വീടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. ഡിസംബറിൽ വീട് നിർമ്മാണവും മാർച്ചോടെ മറ്റ് നിർമ്മാണങ്ങളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് ഇന്ന് അവസാനിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾ നീങ്ങി ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദുരന്തബാധിതർ. കാലതാമസമില്ലാതെ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി. ക്യാമറമാൻ റിൻഡുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.